അണ്ടർ റേറ്റഡ് ലീഡെന്ന് ഞാനിപ്പോൾ പറയാം. കാരണം സാറ് വഹിച്ച പദവികൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി, NSUവിൻ്റെ ദേശീയ അധ്യക്ഷനായി, KPCCയുടെ പ്രസിഡൻ്റായി 9 വർഷക്കാലം ഉണ്ടായി, 4-5 തവണ MP ആയി, MLA ആയി, ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം നേതൃത്വത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ തലമുറയിലെ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയം, 27ാമത്തെ വയസ്സിൽ എങ്ങനെ മന്ത്രിയായി? വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് MLA ആകുന്ന ഒരാളെങ്ങനെയാണ് മന്ത്രിയാവുന്നത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഒരു ദിവസം ലീഡർ വിളിച്ച് പറഞ്ഞു എന്നെ മന്ത്രിയാവണം. അന്ന് MP ഗംഗാധരൻ മകളുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ആ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ആണ് എന്നെ അന്ന് പിന്നെ ഗവൺമെൻറ്റിന് കുറച്ചൊരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട സമയമായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ കുറിച്ചായിരുന്നു. അപ്പോഴെന്നോട് ലീഡർ പറഞ്ഞു ഇങ്ങനെ മന്ത്രിയാവണം. ഞാൻ പറഞ്ഞു കാർത്തികേയനാണ് ആവേണ്ടത്, എന്നെക്കാൾ സീനിയർ കാർത്തികേയനാണ്, അദ്ദേഹത്തെ ആക്കാം. അപ്പോൾ ലീഡർ പറഞ്ഞു അദ്ദേഹത്തെ ആക്കാൻ പ്രയാസമുണ്ട്, കാരണം അദ്ദേഹമാണ് MP ഗംഗാധരൻ്റെ രാജി ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് കാർത്തികേയനെ ആക്കാൻ പ്രയാസമുണ്ട്, രമേശിനെയാണ് ആക്കുന്നത്. പിന്നെ അന്തരീക്ഷത്തിൽ കേട്ട പേര് തന്നെ ബാലകൃഷ്ണപിള്ള സാറിൻ്റെയാണ്. അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ വിവാഹം കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോഴാണ് മന്ത്രിയാവുന്നത്. എൻ്റെ ഭാര്യ പറയുന്നത് അവിടെ ഐശ്വര്യമാണ്.